രണ്ട് കമ്പനികൾ തമ്മിൽ ലയിക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിലെ നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥയനുസരിച്ച് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം, നിയമപരമായ ലയനമാണെങ്കിൽ. പത്മകുമാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ചെറുകിട സ്ഥാപനങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും. ഈ ലയനം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് ജിയോയ്ക്കും അതുപോലെ ഡിസ്നിക്കും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ വലിയ സ്ഥാപനങ്ങൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഈ അരയാലിൻ്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ ചെറിയ മരങ്ങൾ പട്ടുപോകും എന്ന് പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലുകളിൽ നിലവാരമുള്ള പരമ്പരകൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. യാഥാർത്ഥ്യത്തിൻ്റെ അടുത്തെങ്കിലും നിൽക്കുന്ന പരമ്പരകൾ വേണം സംപ്രേഷണം ചെയ്യാൻ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ ഫ്ലവേഴ്സ് ആരംഭിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില പരമ്പരകൾ തൊടുത്തുവിട്ടു. 8 നില പൊട്ടി തറയെ വീണു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുത്തകകൾ രംഗം കീഴടക്കുമ്പോൾ മുംബൈയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ വേരുപിടിച്ച സാധനങ്ങൾ ഒരു പ്രാദേശിക പരിഗണനയുമില്ലാതെ ഇവിടെ കൊണ്ട് വിക്ഷേപിക്കും. ഈ അടുത്തിടെ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പരമ്പരകൾ അപ്പാടെ നിരോധിക്കണം. ഇതൊക്കെ ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ തകർന്നു പോവും, നശിച്ചു പോവും എന്നൊക്കെ വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. അവർ പറഞ്ഞതിനകത്തൊക്കെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. നട്ടപാതിരാക്കി കിടന്നുറങ്ങുന്ന ഒരു വീട്ടുജോലിക്കാരി കാഞ്ചീപുരം പട്ടെടുത്ത് കിടക്കുന്ന ചിത്രമൊക്കെ നമ്മൾ മലയാള ടെലിവിഷൻ സ്ക്രീനിൽ കാണാറുണ്ട്. നമ്മളൊരു ഉണക്ക സാരിയും ചുറ്റി ഒരു ജോലിക്കാരിയെ കിടത്തുന്നത് ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്താൽ ഒരാളും അത് കാണാനില്ല. നല്ല സാരി ഉടുത്ത് നിൽക്കണം, 2800 രൂപ ശമ്പളമുള്ള ജോലിക്കാരി. കാഞ്ചീപുരം പട്ടെടുത്ത് നിൽക്കുള്ളാണെങ്കിൽ കെങ്കേമം. നിങ്ങളിൽ എത്ര ആളുകൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വേരുപിടിച്ച പരമ്പരകളുടെ കഥകൾ അതേപോലെ റീമേക്ക് ചെയ്യുന്ന പരമ്പരകളാണ് ഇപ്പോൾ മലയാളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളിലും വരുന്നത്. ഇതവരെ അതിൻ്റെ ഒറിജിനൽ സാധനം അങ്ങ് കൊടുക്കും, അതൊന്ന് സ്ക്രീൻ ചെയ്തിട്ടേക്കും, ഷൂട്ടിങ് തുടങ്ങും. ഒരാൾ നോക്കാൻ ഒരു കങ്കാണി പോലെ അവിടെ നിൽക്കുന്നുണ്ടാവും. അയാൾ പറയും, അവിടെ ഇടത്തോട്ടല്ല അവർ വെട്ടിത്തിരിച്ചത്, വലത്തോട്ടാണ് മുഖം തിരിച്ചത്, അതുകൊണ്ട് ഈ ചേച്ചിയോട് വലത്തോട്ട് തിരിയാൻ പറയും. അപ്പം ഇടത്തോട്ട് തിരിഞ്ഞതാണെങ്കിൽ ഇടത്തോട്ട് വെച്ച് തന്നെ തീരും. ഇത് കുറച്ചുകൂടെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞാൽ, ഈ ടെലിവിഷൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വെറും ഒരു സങ്കേതം മാത്രമാണെന്ന് തെളിയിക്കുന്ന ഉത്തരേന്ത്യൻ പരമ്പരകളുടെ നഗ്നമായ ആവർത്തനമാണ് കേരളത്തിലിപ്പോൾ നടക്കുന്നത്. അതായത് ആദ്യം ഒരു ഡ്യൂറേഷൻ ഉണ്ടാക്കും. 24 മിനിറ്റാണ് ഒരു പരമ്പരയുടെ ഒരു എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ. ആദ്യത്തെ 8 മിനിറ്റ് എന്ത് വേണമെന്ന് തീരുമാനിക്കും. കാര്യം ബ്രേക്ക് വരികയാണ്, ആദ്യത്തെ ഇടവേള. അതിനു മുമ്പ് പ്രേക്ഷകൻ ഈ ഇടവേള കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാതെ അവിടെ നിന്ന് ഈ പരമ്പരയുടെ 2ാം ഭാഗം കാണണം. അപ്പം നായിക റെയിൽവേ സ്റ്റേഷനിലെ പാളത്തിലൂടെ നടന്ന് ട്രെയിൻ എരച്ചു പാഞ്ഞു വരുന്നു, അവിടെ ബ്രേക്ക് അടിച്ചു. വീട്ടിലിരുന്ന് വീട്ടമ്മ ചങ്ക് പറഞ്ഞ് ആലോചിക്കുക, ട്രെയിൻ വന്ന് അവളുടെ മേളിൽ കയറി കാണൂ. ഈ 4-5 മിനിറ്റ് ഈ പരസ്യം പോകുന്ന സമയത്തൊക്കെ ഈ അമ്മച്ചിയുടെ ചങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും കാണിക്കുന്നു, ട്രെയിൻ വരുന്നു, അമ്മച്ചി നടക്കുന്നു, സഹോദരി നായിക നടക്കുന്നു, ട്രെയിൻ വരുന്നു, അത് കുറച്ചു നേരം പോകും. കാര്യം അത് നന്നായിട്ട് ആൾക്കാരെ പിടിക്കാൻ പറ്റും. എന്നിട്ട് ഈ ട്രെയിനൊക്കെ അങ്ങ് പോയി, അവർ മറ്റേ പാളത്തിലൂടെ നടന്നു പോയി, പ്രണയമൊക്കെ ആരംഭിച്ചു, പ്രണയവല്ലരി പൂത്തൊലഞ്ഞു. 2ാമത്തെ ബ്രേക്ക് വരുന്നു 16-ാം മിനിറ്റിൽ. അവിടെ നായികയുടെ കഴുത്തിന് പിടിച്ച് നായകൻ ഞെരിക്കുന്നു. ബ്രേക്ക്. വീട്ടമ്മയ്ക്ക് ചങ്ക് പറഞ്ഞു, കൊന്നു കാണുമോ അതോ ജീവൻ ബാക്കി കാണുമോ? ഇങ്ങനെ ക്ലൈമാക്സിലും ഇതുപോലൊരു പരിപാടി ചെയ്യും. കാര്യം പിറ്റേന്ന് രാത്രിയിലും ഈ പരമ്പര കാണണമെങ്കിൽ അത്രയും താല്പര്യത്തോടെ നിൽക്കാൻ പറ്റുന്നൊരു ക്ലൈമാക്സ് അതിന് വേണം.